അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുളിയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഫർദ് കുളിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, സുന്നത്തുകൾ എന്തൊക്കെയാണ്, കോരി കുളിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവ സംബന്ധമായി പറയാനുള്ളത്, ഫർദ് കുളിക്ക് രണ്ട് ഫർദുകളാണുള്ളത്. കുളിയുടെ ഫർദുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് നിയ്യത്ത്, രണ്ട് ശരീരം മുഴുവനും വെള്ളത്തെ ഒലിപ്പിക്കുക എന്നുള്ളതാണ്. ശരീരത്തിന്റെ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കൽ കുളിയിൽ ഫർദായ കുളിയാണെങ്കിൽ നിർബന്ധമാണ്. അപ്പോ എല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കണമെന്ന് അവന് ഉറപ്പ് വരുത്തണം. നിയ്യത്തും വേണം. നിയ്യത്ത് വെക്കാൻ കുളിച്ചിട്ട് ജനാബത്ത് ഉയരൂല, വലിയ ശുദ്ധി ഉയരൂല. എന്റെ സുന്നത്തായ കുളിയാണെങ്കിൽ എന്റെ സുന്നത്തും മുട്ടൂല നിയ്യത്തില്ലെങ്കിൽ. പിന്നെ കുളിയുടെ മുമ്പ് ഒരുപാട് സുന്നത്തുകളുണ്ട്, കുറേ സുന്നത്തുകൾ പറയാനുണ്ട്. ജിമാഅ് ചെയ്തവൻ അഥവാ മനിയ പുറപ്പെട്ടവനാണെങ്കിൽ അവര് കുളിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കൽ സുന്നത്തുണ്ട്. അവന്റെ ലിംഗത്തിലുള്ള മനിയ് പൂർണ്ണമായും പോവാൻ വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ പൂർണ്ണമായും മനിയ് പോകുന്ന വിധത്തിൽ കുളിയുടെ മുമ്പ് മൂത്രമൊഴിച്ചിട്ടില്ല എങ്കിൽ, ഒരാൾ മൂത്രമൊഴിച്ചില്ല, ജിമാ കഴിഞ്ഞ് നേരെ പോയാൽ കുളിച്ചു കഴിഞ്ഞിട്ടൊന്ന് മൂത്രമൊഴിച്ചപ്പോണ്ട് മനിയ് വേണ്ടി വരുന്നു. നേരത്തെ പുറപ്പെട്ടതിന്റെ ബാക്കി അതിലുള്ളതാണ് ഇപ്പൊ വന്നത്. അപ്പൊ വീണ്ടും കുളി മടക്കൽ നിർബന്ധമാവും. അപ്പൊ അതില്ലാതിരിക്കാനാണ് ആദ്യം തന്നെ മൂത്രമൊഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഖിബിലക്ക് മുന്നിടണം, ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം, അതുപോലെ നിയ്യത്ത് വെക്കണം. സുന്നത്തായ കുളിയാണെങ്കിൽ നിയ്യത്ത് വെക്കണം, അതിനാണ് ഈ പറയുന്നത്. ഫർദായ കുളിയാണെങ്കിൽ നിയ്യത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞല്ലോ. മ്ലേച്ഛമായതിനൊക്കെ നീക്കിക്കളയണം. വായിൽ വെള്ളം കുപ്പിടിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം, ഉദു എടുക്കണം, ചുക്കിച്ചുളിഞ്ഞ സ്ഥലങ്ങളൊക്കെ സൂക്ഷിച്ച് കഴുകണം, മുടി ചിക്കയറ്റണം. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട്. അതുപോലെ കോരിക്കുളിക്കുന്നവൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കോരിക്കുളിക്കുന്നവന് അതിൽ നിന്ന് വെള്ളമെടുക്കുന്ന അവസരത്തിൽ ആ വെള്ളത്തിലേക്ക് നമ്മുടെ കൈ മുങ്ങുന്നുണ്ടെങ്കിൽ, നിയ്യത്ത് വെച്ചിട്ട് കൈ മുങ്ങുന്ന രൂപത്തിലാണ് വെള്ളമെടുക്കുന്നതെങ്കിൽ ഇഖ്തിറാഫിന്റെ നിയ്യത്ത് വെക്കണം. അഥവാ കോരിയെടുക്കുന്നു എന്ന നിയ്യത്ത് വെക്കണം. അതാണ് ഇഖ്തിറാഫിന്റെ നിയ്യത്ത് പറഞ്ഞാൽ. ആ നിയ്യത്ത് വെക്കാതെ ഒരാൾ വെള്ളത്തിലേക്ക് ജനാബത്തിന്റെ നിയ്യത്ത് വെച്ചതിന് ശേഷം കൈയിട്ടാൽ ആ വെള്ളം 2 കൊല്ലത്തിന്റെ ചുവടുള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളം മുസ്താമലായി തീരും. കാരണം വിടുന്ന ആ കൈയിന്റെ ഭാഗത്ത് ജനാബത്ത് ഉയരാണ്. അപ്പൊ ജനാബത്ത് ഉയരലോടുകൂടെ, ആ കയ്യിന്റെ ജനാബത്ത് ഉയരലോടുകൂടെ വെള്ളം മുസ്താമലായി തീരും. ഇഖ്തിറാഫിന്റെ നിയ്യത്ത് വെച്ചിട്ടാണ് കോരിയെടുക്കുന്നതെങ്കിൽ കൈ തട്ടുന്ന ഭാഗത്ത് അവിടുത്തെ ജനാബത്ത് ഉയരൂല. കാരണം കോരിയെടുക്കാനുള്ള ഉദ്ദേശം അവനിലുണ്ട്. അപ്പൊ ആ ഒരു നിയ്യത്തോടെ ആവുമ്പോ വെള്ളം മുസ്താമലായി തീരൂല. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, യാതൊരു ആളുകളും ഇപ്പൊ കൈ അതിൽ മുക്കാതെ കപ്പ് കൊണ്ട് വെള്ളമെടുക്കലുണ്ട്, കൈ തട്ടാത്ത രൂപത്തിൽ. ഇനി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ കുളിക്കുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന വെള്ളം ആ കോരിയെടുക്കുന്ന പാത്രത്തിലേക്ക് ആവരുത്. അതും ശ്രദ്ധിക്കണം. അപ്പൊ തലയിൽ വെള്ളം ഒഴിച്ചാൽ തലയുടെ ജനാബത്ത് ഉയർന്നു. അപ്പൊ ആ തലയിൽ ഒഴിച്ച വെള്ളം നമ്മുടെ ഈ ബക്കറ്റിലേക്ക് ആയിക്കഴിഞ്ഞാൽ അത് മുഖേന ബക്കറ്റിലെ വെള്ളം മുസ്താമലായി തീരും. പിന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കഴുകാൻ ആ വെള്ളം പര്യാപ്തമാവാതെ വരും. അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ അതിൽ ശ്രദ്ധിക്കണം എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.